ഗൈസ് ഞാനിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലാണ്. ദുബായിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഹുബൈബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ചെറിയൊരു ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്കാണ്. ഇവരാണ് ശ്രീജിത്ത് കണ്ണൻ, കുത്തിത്തിരിപ്പും നുണയുമുള്ള ഒരു മഹാവീരൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാം, നമുക്കൊരു നല്ല സദ്യയൊക്കെ കഴിച്ച് സെറ്റായിട്ട് പോവാം. അപ്പോൾ മെയിനായിട്ടുള്ള ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഈ ദുബായിലോട്ട് വരുമ്പം പാർക്കിങ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച്, പിന്നെ ഈ ഏരിയയിൽ ഭയങ്കര പ്രശ്നമുണ്ട് പാർക്കിങ് കിട്ടാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു അഭിയണ്ണൻ എന്ന് പറയുന്ന ഒരു ചേട്ടനും കൂടി വരാണ്ട്, പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ അമ്പലത്തിലേക്കാണ് പോണ സുഹൃത്തുക്കളെ. രാവിലെ ഞാനൊരു 4:30 കഴിച്ച് 5 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ മഹാനെ കാത്ത് ഞാനൊരു അരമണിക്കൂറോളം അവിടെ നിന്ന് പോസ്റ്റായി. പിന്നെ അവിടെ നിന്ന് എല്ലാം സെറ്റാക്കി ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 800 മീറ്റർ ദൂരെ കൊണ്ടിട്ടിട്ടാണ് ആ ടെമ്പിളിലോട്ട് പോകണം. ഇന്ന് തിരുവോണവും കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഭയങ്കര തിരക്കാണ് അമ്പലത്തിലൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഗൈസ് നമുക്ക് അവിടെ പോയിട്ട് ഇനി അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്താണെന്ന് നോക്കണം. അവിടെ ഭയങ്കര തിരക്കെന്ന് വന്നിട്ട് ഇന്ന് തിരുവോണം ആയതുകൊണ്ട്. ഇവനെ നോക്കി ഇവിടെ ഒരു ഹായ് പറഞ്ഞടാ. അപ്പോൾ ഹായ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോകാം. രാവിലെ ഇവിടെ നല്ല സൂര്യപ്രകാശവും അയ്യൊക്കെ തട്ടി നമ്മൾ നല്ല സന്തോഷപരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഗൈസ് ഓണക്കൊടി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പ്രേമൻ്റെ കറുത്ത പാൻറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി നേരെ ടെമ്പിളിലൊക്കെ പോകാം. ഗൈസ് ഒരു കഫ്തേരിയ കണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ ചായയൊക്കെ കുടിച്ച്, കരിമ്പൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കരിമ്പ് അവിടെ ഇരിപ്പുണ്ട് കരിമ്പ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വന്നൊരു ചായയൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഒരു ചായ കുടിക്കുന്നു സുഹൃത്തുക്കളെ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ താണ്ടെ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇതുവഴിയാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ഫുള്ള് ഷോപ്പാണ്. ഫുള്ള് ഷോപ്പും പിന്നെ ഈ പറഞ്ഞ കണക്ക് നല്ല കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ അവർ രാവിലെ എന്തായാലും ഓപ്പൺ ആക്കിയില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടവഴി കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വരുമ്പം പാർക്കിങ് വണ്ടിയിലൊക്കെ വരണമെങ്കിൽ പാർക്കിങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നേരത്തെ ഇറങ്ങാൻ നോക്കുക, എങ്കിൽ മാത്രമേ പാർക്കിംഗ് കിട്ടുള്ളൂ. നമുക്ക് നേരെ ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോകാം. അത് കണക്ക് തന്നെ നമ്മുടെ ചേട്ടൻ വരാണ്ട്, പുള്ളിയെ വെയിറ്റ് ചെയ്യണം, ചേട്ടൻ. അപ്പോൾ പുള്ളിയും കൂടി കണ്ടിട്ട് ഒരുമിച്ച് നമുക്ക് അമ്പലത്തിൽ കയറാം. അതാണ് പ്ലാൻ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് എത്തിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ നല്ല തിരക്കുണ്ട് ചേട്ടാ. ഇന്ന് ഓണായുള്ള സാരിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫുള്ള് മലയാളികളാണ്. ഫുള്ള് മുണ്ടും എല്ലാം സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അമ്പലത്തിൻ്റെ ബാക്കിലിങ്ങനെ വന്ന് ഇരിപ്പുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നമുക്ക് നേരെ ഇനി അഭിയണ്ണം വന്നിട്ട് അമ്പലത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കണേ കാര്യം. എന്തായാലും നല്ല ഭംഗിയുള്ള ഏരിയ. ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ കയറാൻ അടുക്കാൻ പറ്റാത്ത മോനെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ ഞാനും ഇവനും കൂടി താണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ താണ്ട് അഭിയണ്ണം വരും. അഭിയണ്ണം ഇവിടെ നിന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ പുള്ളിക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് ആൾ വന്നിട്ട് ഇവിടെ നിന്ന് ചലിക്കാം. ഒമ്മാതിരി ആളാ മോനെ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ക്യൂ ഒക്കെ ഒരു എമണ്ട ലോങ് കിടപ്പുണ്ട്. 1/2 മണിക്കൂറായി നമ്മൾ അഭിയണ്ണ. എൻ്റെ അമ്മോ വണ്ടിയിലൊക്കെ പറഞ്ഞു. ഇതാര് പറഞ്ഞു? എൻ്റെ മോനെ ഇതാര് എന്നാ സാ എന്നാ സാടേ ഗൈസ്. ഇതാണ് നമ്മളെ അഭിയണ്ണ. കുറെ കാലങ്ങൾക്ക് ശേഷം കാരണം മുണ്ടൊക്കെ കൊടുത്തല്ലേ. ഞാൻ വിചാരിച്ചു പാൻറ്റൊക്കെ ഇട്ടോണ്ട് വരുവാന്ന്. വളരെ വമ്പ സെറ്റപ്പ് ആയല്ലോ. ഓ ശരി. അടേ അവിടെ എന്തൊക്കെ ഫുഡ് അങ്ങനെ ഇരിപ്പുണ്ട്. അവിടെ ഒന്നും വെക്കല്ലേ. അപ്പൊ അഭിയണ്ണ വന്നിട്ടുണ്ട്. എന്താ പ്ലാനിങ് ഇനി ഇപ്പൊ അടുത്ത? നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ വന്നത്. അല്ലെങ്കിൽ ഞാൻ 11 മണിയാകുമ്പോഴത്തേക്ക് എത്തുള്ളൂ. നീ എന്താ മുണ്ടെടുക്കത്ത? തള്ളിന് ആശാന്റെ തള്ളിനൊരു കുറവില്ല. അന്ന് പറ എന്റെ അമ്പൂ ഷൂ
എന്തിനാണ് വിശേഷം? പിന്നെ തുടങ്ങിയതാണ് ഇന്ന് തീരുവാണ് ഇത്. ഇന്ന് ഫുള്ള് സെറ്റപ്പാണ് നമ്മൾ. അമ്പലത്തിൽ കയറാൻ ഒരു മുടിയും ഭയങ്കര ആ അഭിയാന്റെ പേഴ്സ് ഇവൻ വന്നപ്പോ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാണ്. ഇപ്പൊ ഏകദേശം ഒരു 7 മാസമായി. ഇപ്പോഴാണ് കൊടുക്കണത്. ഭയങ്കര ഉത്തരവാദിത്തമുള്ള കക്ഷിയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുത്തിത്തിരിപ്പുള്ള ഒരു അസൂയയില്ല. പാവാട്ടാ. അപ്പൊ നമുക്കിനി അടുത്ത പ്ലാനിങ് എന്തെന്ന്? അടുത്ത പരിപാടി എന്തെന്ന്? എല്ലാം ഉണ്ടാ? ADC വല്ല പൈസ വല്ലതും ഉണ്ടോ അതിനകത്ത്? കാർഡ് ഇതിലുണ്ടാ? എത്ര? ഇതിന് ആക്ടിവേഷൻ ആക്കണം. ഇതിന് 10-400 കിടപ്പുണ്ട്. പോയി ആക്ടിവേഷൻ ആക്കണം. ആക്ടിവേഷൻ ആക്കാൻ ഒന്നും വേണ്ട, ഓൺലൈനിൽ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. ഐഡിയ അപ്ഡേറ്റ് ചെയ്താൽ ഞാൻ വിസ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർ മറ്റേ 6 മാസത്തേക്ക് ഇതാക്കി വെച്ചിട്ടുണ്ട്. 6 മാസം ആകുമ്പോൾ അത് കട്ടാവും. ഇത് ഇനിയിപ്പോ എന്ത് ചെയ്ത് കളയോ? ഇത് എത്ര രൂപ? ഇത് 1100. 1200 തറംസാ? പിന്നെ ചുമ്മാ ഇത് സൈക്കിളല്ലേ ഇടേ? ഇത് സൈക്കിളാവേ ഇത് ഔട്ടിങ് പോവാം. എന്റെ അമ്മ ഇതെന്താ ഭയങ്കര എത്ര ഷോക്ക് അബ്സർ ഉണ്ടോ? എത്ര കയറും? 120 കയറും. 60 സ്പീഡ് പോകും. കൊള്ളാൻ പരിപാടി. എന്തായാലും പെട്ടെന്ന് എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകാല്ലോ. റൂമിനകത്താണ് വെക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ നേരെ ഇനിയിപ്പോ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. ഗൈസ് അങ്ങനെ നമ്മളെ ചെക്കൻ കുറിയൊക്കെ ഇട്ട് ഇതാക്കാം. ഒരു പീസ് മൈൻഡ് ഉണ്ട് ഗൈസ് ഇവിടെ അല്ലേ? 2 അടിക്കാത്തോണ്ടായിരിക്കും ഇവിടെ കണ്ണ രാവിലെ കൈ വിറയ്ക്കണത്. എൻ്റേത് പിന്നെ കൈ വിറയ്ക്കാത്തോണ്ട് കുഴപ്പമില്ല കേട്ടാ. കുറിയിടം പറയും. എനിക്കൊരു ആടിട്ട് വരുവാടാ. വലുതാക്കി ഇട്ട. കൊള്ളാം, കുഴപ്പമില്ല. റെഡ് കൂടി അടിച്ചു കൊടുക്ക് ചെറുതായിട്ട്. അടിച്ചു കയറി വാ. കൈ എത്ര അടിക്കാത്തോണ്ട് കൈ ഇറക്കണം. എന്തിനു പറയണ വീട്ടിലൊക്കെ എത്തിപ്പെട്ടൊക്കെ വേണ്ട. സൂപ്പർ അല്ലേ ഇവിടെ? സമാധാനായിട്ട് പണിയെടുക്കാം ഗൈസ്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. നമ്മളെ അറ്റ്മോസ്ഫിയർ നന്നായി കിട്ടി കഴിഞ്ഞാൽ പകുതി നമ്മുടെ വർക്ക് പ്രഷർ കുറയും. ഹായ്, ഹാപ്പി ഓണം. പേരെന്താ? ലക്ഷ്മി. ഹായ് ലക്ഷ്മി. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഇത് വേറെന്തെങ്കിലും എടുക്കണ്ട? നേപ്പാളിനടുത്ത് ചോദിച്ച പേരെന്തെന്ന്. ഇന്ന് ഞാൻ പെട്ടെന്ന് ഞാനതങ്ങ് വിട്ടുപോയി ഗൈസ്. പെട്ടെന്ന് വിട്ടുപോയി. അതാണ് സംഭവം. ഓൾറെഡി ഞാൻ നല്ലപോലെ ഹിന്ദിയൊക്കെ സംസാരിക്കുന്നതാണ്. അഭിയൊന്നും കണ്ടപ്പോൾ അതെല്ലാം മറന്നുപോയി ഞാൻ. കണ്ണൻ ഫോട്ടോഗ്രാഫറും ആയിട്ട് പരിപാടി. പോർട്രേറ്റ് കുറച്ചുകൂടെ ഒരു രക്ഷയില്ലാത്ത ഇതിന്റെ ഇടയിൽ കൂടെ നമ്മളെങ്ങനെ ഇനി അങ്ങ് പോകും? പിന്നെ അമ്പലത്തിൽ നല്ല ക്യൂ ഉണ്ട്. എൻ്റെ മോനെ വൈപ്പിലിയുണ്ട ഗൈസ്. ഗ്യാപ്പില് നമ്മളാ ഇത് മുല്ലപ്പൂ. മുല്ലപ്പൂ തെറ്റി. ചെമ്പരത്തി. സംഭവം ഇവിടെ ഇല്ലല്ലോ സാധനമൊന്നും വേറെ. അത് ശരി, നിങ്ങളെ കണ്ടോ? നമ്മളവിടെ ഒന്നും ഇല്ല കേട്ടോ. നമ്മളവിടെ മണലാരണ്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ.
ഗൈസ് നമുക്ക് അമ്മയെ ഒന്ന് വിളിച്ചിട്ട് ഒരു ഹാപ്പി ഓണം പറയാം. അപ്പോൾ എന്താണെന്ന് എന്ത് പറ്റി ഒരുമാതിരി ഇരിക്കണേ? അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സുഖം തന്നെ, സുഖം തന്നെയെന്ന് കേൾക്കാൻ പറ്റില്ല. ബസ്സിലാണെന്ന് തോന്നുന്നു. ബസ്സിലാണ്. ഓക്കെ എന്നാ അപ്പോൾ ഹാപ്പി ഓണം. കണ്ണനെ കാണിച്ചോറാ. കണ്ണനെ കണ്ടില്ലല്ലോ. ഹാപ്പി ഓണം. അപ്പോൾ ശരി എന്നാ. നമ്മൾ രാവിലെ വന്നതിനേക്കാളും ഒരുപാട് തിരക്കായിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പോൾ നേരത്തെക്കാളും നല്ല തിരക്കായി നമ്മൾ അകത്തുകൂടി വന്നപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്കൊരു 2 ഫോട്ടോ എടുക്കുക. ഇവിടെ നിങ്ങളുണ്ടോ? ഫോട്ടോ എടുക്കുക. വെള്ളം വാങ്ങി ജ്യൂസ് വാങ്ങിച്ചു തരാം. ജ്യൂസ് കുറച്ച് വെയില തീർന്നപ്പോൾ നമ്മളൊന്ന് വാടി പോയിട്ടുണ്ട്. നമുക്ക് ഇനി കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് പൂച്ചെറിയാം. നടന്ന് താടി വളർന്നു. താടിയാ വാടി തളർന്നു. വാടി. ഓ തപ്പ്. വാടി തളർന്നെന്ന് പറഞ്ഞാൽ താടി വളർന്നത്. അയ്യോ തങ്കമേ, തങ്കമേ. വാടി തളർന്നെന്ന് പറഞ്ഞതാണ് ഒരു പുള്ളിക്കാട്ട്. എന്ത് താടി വളർത്തുന്ന? വേണ്ട വേണ്ട വേണ്ട, വെള്ളം മതി. വെറുതെ പറഞ്ഞ. ഒരെണ്ണം പോരെ? ഞാൻ അഭിയണ്ണ ഒരു വെള്ളമൊക്കെ വെച്ച് നമുക്ക് കുറച്ച് ഫോട്ടോ ഷൂട്ട് ഉണ്ട് കൈ. പുള്ളിയെ കൊണ്ട് നമുക്ക് 2-3 ഫോട്ടോ വാങ്ങിപ്പിക്കാം. നമുക്ക് അക്കൗണ്ട് ഉണ്ട്. ഫോട്ടോ വാങ്ങിപ്പിക്കാനല്ല, ഫോട്ടോ എടുപ്പിക്കുക. സോറി, ഫോട്ടോ എടുപ്പിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് തെറിക്കുക. എന്തായാലും നമുക്ക് ഒരു 2-3 ഫോട്ടോ എടുക്കാൻ പോകും ഗൈസ്. ഇതാണ് നമ്മളെ ക്യാമറമാൻ. ക്യാമറ കൊണ്ടുവരാൻ ഗൈസ്. आपका नाम क्या? मीम. मीम किधर है? कौन कंट्री कौन सा है? इंडिया, केरला, काचकट. आपको कोई सब मालूम है? മലയാളം പൂര മാലൂം है? കുറച്ച് കുറച്ച്. ഓ മൈ ഗാഡ്. എവിടെയാണ്? നാട്ടിലെവിടെയാണ്? ആസാം. ഇന്ത്യ. ഓക്കെ ഗൈസ്, നമുക്കപ്പം ഫോട്ടോ എടുക്കാൻ പോയി. ഇനിയിപ്പോൾ പുള്ളിയെ കൊണ്ടിട്ട് നമുക്ക് മൊത്തം കോമഡി. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലമില്ലേ ഗൈസ്? എല്ലാവരും മുക്കിന് മൂലയിൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. യൂട്യൂബ് ബ്ലോഗ്. कैसा मालूम हो गया? माय गॉड. इधर नहीं है, इधर ट्रैफिक है. इधर ट्रैफिक है, इधर अच्छा नहीं है. इधर अच्छा नहीं है बोल रहे हो. ഒരു രക്ഷയില്ല എൻ്റെ മോനെ. അതിൻ്റെ ഇടയിൽ ചൂടുക അവിച്ചിലും. എവിടെ പോകണോ? ഫോട്ടോ എടുക്കാൻ വേറെ. അഭിയണ്ണ വിളിച്ച് എവിടെയൊക്കെ കൊണ്ടുപോകണുണ്ട് ഗൈസ്. ഈ പറഞ്ഞ കണക്ക് നമ്മളെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് കൊണ്ടുപോകണത് എവിടെയാണ്? എവിടെന്ന്? ഓ മൈ ഗോഡ്, ഇത് എന്താ സാധനം കിടക്കണ? ഓഹ്, നമ്മളെന്നാടെ വന്നു. BMW എടുക്കണം. അല്ലാടാ, എടി ഇവിടെ ഇരുന്നെടുത്തല്ല, ഇവിടെ ഒരു ഫോട്ടോ എടുത്താ. അല്ലെങ്കിൽ വേണ്ട, അവിടെ കുറവ് അറേ. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി 100 ലോകത്തെ നടത്തിച്ച അഭിയാണ്. ഇനി നടത്തിക്കാൻ സ്ഥലമില്ല. ആ പാവപ്പെട്ടവരെ നടന്നു കിടന്ന ഒരു പരിപാടി കഴിച്ചു. അങ്ങനെ ഇതൊക്കെ വള്ളത്തിൽ കുറേ മലയാളികൾ ഇരുന്ന് പാട്ടും പാടിക്കൊണ്ട് പോകണം. കാണാൻ പറ്റില്ല വിഷ്വൽസ്. അങ്ങ് അത്രയും ലോങ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് അഭിയൻ്റെ ഫോട്ടോ കൊണ്ട് ഇവൻ്റെ സ്റ്റോറേജ് നിറഞ്ഞ് ഒരു കണക്കിനല്ല ദുരിതം. ചെടിക്കകത്ത് കയറിയിരിക്കും, വിരിയും. ഗൈസ്, അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് അഭിയണ്ണ? നേരെ നമ്മൾ പറയേ പാർക്കിൽ പോകണമെന്ന്. ഇനിയിപ്പോൾ നമുക്കൊരു 1 മണി 11 മണി വരെയൊക്കെ നമ്മളിവിടെ ചുറ്റുവട്ടത്ത് കാണും. അത് കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിക്കാൻ പോകും സുഹൃത്തുക്കളെ. അങ്ങനെ ഓണം നമ്മൾ അടിച്ച് പൊള്ളിക്കുകയാണ് സുഹൃത്തുക്കൾ. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നിന്ന്
നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അഭിയണ്ട് അവിടെ പോയി കുറേ കറങ്ങി അമ്പലത്തിൽ കയറി തൊഴുത് ഭയങ്കര തിരക്കായിരുന്നെങ്കിലും തൊഴുവാൻ പറ്റി. പിന്നെ നമ്മളിതാ ഇനി ഇപ്പോൾ ഒരു 11:50 ഇനിയിപ്പോൾ നേരെ ഇനിയിപ്പം 51 ഓക്കെ ഒന്ന് കുറഞ്ഞു 52 കഴിച്ചു. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഒരു സദ്യ കഴിക്കാം. സദ്യ എവിടെ നിന്ന് കഴിക്കണമെന്ന് കുറച്ച് കൺഫ്യൂഷനാണ്. നമുക്ക് നേരെ കരാമയ്ക്ക് പോവാം. കരാമയിൽ നിന്ന് നമുക്ക് സദ്യ കഴിക്കാം. എന്താ പറയുന്നത് അല്ലടാ? അപ്പോൾ നമുക്ക് നേരെ ഒരു സദ്യ കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോവാം. ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകാം. എന്തായാലും കരാമയിൽ നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നല്ലൊരു ഊക്കം സദ്യയും കഴിച്ച് നമുക്ക് ആദ്യം സദ്യ കഴിക്കാൻ പോകും. എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ കരാമയ്ക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തപ്പി ഷോപ്പ് നമുക്ക് കിട്ടിയില്ല. അപ്പം നമ്മൾ വേറൊരു ഷോപ്പ് തപ്പി പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും നല്ല ചൂടുണ്ട്, പുഴുക്കുന്ന ചൂടുണ്ട്. എന്തായാലും നമുക്കിനി ഹോട്ടലിൽ തപ്പാം. ഫസ്റ്റ് അത് കഴിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. എല്ലായിടത്തും ഫുള്ള് ബിവറേജിനെക്കാളുമുള്ള ക്യൂ ഗൈസ്. എന്താ അവസ്ഥയുള്ള ബിവറേജിൽ ഇത്ര ക്യൂ ഇല്ലെന്ന് തോന്നണേ. എന്തൊരു ക്യൂ. എൻ്റെ റെസ്റ്റോറന്റിൽ ആള് പോലും ഇല്ല. ഈ തേപ്പുട്ട് ഇത്രയും സെറ്റപ്പാടേ. ഭയങ്കര ആളാ, ഭയങ്കര ആള്. കീർത്തി ഒരു സദ്യ കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു നല്ല താടി വളർന്നു ഒരു രക്ഷയില്ല എൻ്റെ മോനെ. ഒരു സദ്യ കഴിക്കാൻ വേണ്ടി മുണ്ടൊക്കെ ഞാൻ തന്നെ ഈ പിടുത്തം വെച്ചിരിക്കുകയാണ്. ഊരി പോണ്. ഇനി നമുക്ക് ഇവിടെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ആരുമില്ല. സദ്യ കൊള്ളാമോ എന്തോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും നല്ല സദ്യയായിരുന്നു. പിന്നെ അകത്തുനിന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ മൊത്തം മറ്റേ പഴയ മ്യൂസിക്കുകളായിരുന്നു. അതുകൊണ്ട് എനിക്ക് വോയിസ് അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റിയില്ല. മൊത്തത്തിൽ പഴയ മ്യൂസിക് പഴയ ആംബിയൻസ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവർ മ്യൂസിക് ഇടുന്ന കാരണം എനിക്ക് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും എന്താ എല്ലാം പറഞ്ഞേ കണ്ണ അല്ല പറഞ്ഞാ നീ. അപ്പോൾ എന്തായാലും സദ്യ അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കഴിച്ച മറ്റേ എന്തോ ഏതാ റെസ്റ്റോറൻറ്റ് പ്രൊമോട്ട് വിത്ത് അബി, നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. സദ്യ എല്ലാം കൊള്ളാം, കറികളെല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ ലൊക്കേഷൻ ഇത് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ അബിയണ്ണ നേരെ കരാമയ്ക്ക് ഉണ്ടാക്കുക. അല്ല കരാമയ്ക്കല്ലല്ലോ, ബർദുബൈയിലല്ലോ, ഇവിടെ അൽ ഹുബൈബ അവിടെ കൊണ്ടാക്കുക. എന്നിട്ട് നേരെ ഞാൻ റൂമിൽ പോവും. പിന്നെ ഇവനെ അവിടെ ഇറക്കുക. അപ്പോൾ നേരെ നമുക്ക് ഇനിയിപ്പം ഇവിടെ നിന്ന് നേരെ പോകാൻ ഗൈസ്. എന്തായാലും സദ്യയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും നല്ല സദ്യ കഴിക്കാൻ പറ്റി, പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതെന്തായാലും നിങ്ങൾ കാണുക. അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഓണം എല്ലാവരും ആഘോഷിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ. അതേപോലെ അഭി എന്ന എൻ്റെ പ്രേക്ഷകരുടെ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഹാപ്പി ഓണം. അപ്പോൾ എന്തായാലും ഹാപ്പി ഓണം എല്ലാവർക്കും. നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ വേറെ ഭയങ്കര തിരക്കേട്ടാ ഇവിടെ. പിന്നെ ഈ പറഞ്ഞ കണക്ക് മിക്ക മലയാളീസും ഇവിടെ കൂടുതലാണ് കരാറിൽ. അപ്പോൾ നമ്മൾ നടക്കുന്നിടത്ത് മൊത്തം കാണുന്ന മുണ്ടും ഈ പറഞ്ഞ സാരി എടുത്ത ചേച്ചിമാരും ചേട്ടന്മാരെയൊക്കെയാണ് ഒരുപാട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇനിയിപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പം തിരിക്കാം സുഹൃത്തുക്കളെ. അപ്പം ലെറ്റ്സ് ഗോ. അഭിയണ്ണൻ പോവേണ്, അധിക സങ്കടത്തോടെ പോവേണ് നമ്മളൊക്കെ അഭിയണ്ണ. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെയാണ് അതിൻ്റെ ഇടയിൽ പാട്ട് കൂടെടാ. ശരി എന്നാ പോണ്, വിളിക്കേട്ടാ. ഓക്കെ, എന്റെ നമ്പറോട്ടല്ലേ ഞങ്ങൾ അയച്ചുതരാം. അങ്ങനെ ഗായ്സ്
ഞാൻ റൂമിലെത്തി. കണ്ണൻ അങ്ങ് തിരിച്ചു പോയി. പിന്നെ നമ്മുടെ തിരുവോണത്തിന് സദ്യയൊക്കെ കഴിച്ച്, അത് കീർത്തി റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് കഴിച്ച്, കരാമേന്ന്. കൊള്ളാം, നല്ല സദ്യയാണ്. പക്ഷേ അകത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ ഫുള്ള് മ്യൂസിക്കായിരുന്നു, കോപ്പിറൈറ്റ് വീഴും. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ചെറിയ ചെറിയ കട്ട്സ് മാത്രമേ ഞാൻ എടുത്തോളൂ കഴിക്കുന്ന. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ദിവസമായിരുന്നു. പക്ഷെ ഞാൻ അത്തൊന്നും കണ്ടില്ല കേട്ടോ എവിടെയും. പിന്നെ തിരുവോണം അതോ നല്ല രീതിയിലൊരു സദ്യ കഴിച്ച് അമ്പലത്തിൽ പോയി. പിന്നെ കുറേ ആൾക്കാരെ കണ്ട്, ഇഷ്ടം മാതിരി മലയാളീസ് ഇഷ്ടം പോലെ ഒരുപാട് പേരെ കണ്ട്. എന്തായാലും എൻ്റെ തിരുവോണ ദിവസം ഇവിടെ അവസാനിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ നേരെ പോയിട്ട് കിടന്നുറങ്ങുക, രാവിലെ ഡ്യൂട്ടിക്ക് പോവുക. സമയം എത്ര? 3 മണിയായി. രാവിലെ 5:30 പോയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതേ കണക്കത്തെ വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു തിരുവോണ ദിവസം UAE-യിൽ. അതാണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.